2017 ടീം ചെറി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗെയിം ഡെവലപ്പേഴ്സ് തൻ്റെ ആദ്യത്തെ ഗെയിം റിലീസ് ചെയ്യുന്നു. 2D മെട്രോയിഡ്വാനിയ എന്നൊരു ഗെയിം കാറ്റഗറിയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഇട്ടിട്ടായിരുന്നു ആ ഒരു ഗെയിമിൻ്റെ റിലീസ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റേറ്റഡ് ഗെയിംസും അത് കൂടാണ്ട് ഒരു സോളിഡ് ഫാൻ ബേസും ഉണ്ടാക്കാൻ ആ ഒരു ഗെയിമിന് സാധിച്ചു. ഈ ഒരു ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തതോട് കൂടിയിട്ട് 2025 വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്പഡ് ഗെയിംസ് ആയിട്ട് ഇത് മാറി. ആ ഒരു ഒറ്റ ഗെയിമിൻ്റെ റിലീസ് കൊണ്ട് മാത്രം സകല സ്റ്റോറും ക്രാഷായി. വെറും ഒരു 2D മെട്രോയിഡ്വാനിയ ഗെയിം കാറ്റഗറിയിൽ വരുന്നൊരു ഗെയിം ഇത്രമാത്രം സ്റ്റോർ, അതായത് സ്റ്റീം, പ്ലേസ്റ്റേഷൻ സ്റ്റോർ, എക്സ്ബോക്സ്, ഇത് മൂന്നും അറ്റ് സെയിം ടൈമിൽ ലോഞ്ച് ഡേറ്റിൽ ക്രാഷ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗെയിമിൻ്റെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗെയിംസിനും ഇൻക്ലൂഡിങ് AAA ഗെയിംസിന് പോലും ഇതുപോലത്തെ ഒരു ഓളം റിലീസ് ഡേറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത്രയധികം ഫാൻ ബേസാണ് ഇവർ ആ ഒരു ഒറ്റ ഗെയിമോട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. മിക്ക ഗെയിമേഴ്സിനും ഇതോട് കൂടിയിട്ട് ആ ഒരു ഗെയിമിൻ്റെ പേരെന്താണെന്ന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഹോളോ നൈറ്റ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഹോളോ നൈറ്റ് സിൽക്ക് സോങ്. അപ്പോൾ എല്ലാവർക്കും ഗെയിം റാപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഹോളോ നൈറ്റ് എന്നൊരു ഗെയിമിൻ്റെ സ്റ്റോറി എക്സ്പ്ലനേഷനും ഓരോ എൻഡിങ്ങിൻ്റെ എക്സ്പ്ലനേഷനും അത് കൂടാണ്ട് ആ ഒരു ഗെയിമിൻ്റെ എൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും. റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് അതിനൊരു ഓവറോൾ റിവ്യൂ കൂടിയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വളരെ വർഷങ്ങൾക്ക് മുന്നേ, അതായത് പ്രീ ഹോളോനെസ് കാലഘട്ടത്തിൽ അവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനിലുള്ള എല്ലാ ക്രിയേച്ചേഴ്സും വർഷിപ്പ് ചെയ്തിരുന്നത് വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാർക്ക് സബ്സ്റ്റൻസിനെ ആയിരുന്നു. ഈ ഒരു പീരീഡിൽ ഇവിടെ പല പല സൊസൈറ്റീസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഗ്രീൻ പാത്ത്, മാൻഡിസ്, ഡീപ് നെസ്റ്റ്, ബീസ്, ഫംഗൽ വേസ്റ്റ്. ഒരു വോയിഡിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് റേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹയർ ബീയിങ് ആയിരുന്നു. ആൻഡ് ഈ റേഡിയൻസിനെ വർഷിപ്പ് ചെയ്യുന്നത് മോത്സ് ട്രൈബും. വോയിഡ് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഹയർ ബീയിങ്ങും റേഡിയൻസ് ഒരു ബ്രൈറ്റസ്റ്റ് ഹയർ ബീയിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ നാച്ചുറൽ എനിമീസ് ആണ് അവർ. വോയിഡിൻ്റെ ഒരു കറക്റ്റ് എബിലിറ്റി എന്താണുള്ളത് ഒരു സ്റ്റോറിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ റേഡിയൻസിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡ്രീം വേൾഡിലേക്ക് കയറാന്നുള്ളതാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസിൽ കയറിയിട്ട് നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് റേഡിയൻസിൻ്റെ ഒരു എബിലിറ്റി. ഇപ്പോൾ ഈ ഹോളോനെസ് കാലഘട്ടത്തിലെ മറ്റൊരു ഹയർ ബീയിങ് ആണ് ഉൻ. എന്ന് പറയുന്നത് ഒരു ജെൻ സ്ലഗ് ആണ്. അവരെ വർഷിപ്പ് ചെയ്തിരുന്നത് ഗ്രീൻ പാത്തിലെ ക്രിയേച്ചേഴ്സ് ആണ്. അപ്പോൾ ഇത്തരം ഹയർ ബീയിങ്സ് ആണ് പ്രീ ഹാലോനസ് കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഇത് കൂടാണ്ട് ഒരു നൈറ്റ് മെയർ റിയൽത്തിലത്തെ ഒരു ഹെർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹയർ ബീയിങ്ങും ഉണ്ട്. അത് നമ്മുടെ സ്റ്റോറിയിൽ വലിയൊരു റോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. സോ മൊത്തത്തിൽ മെയിൻ ആയിട്ടുള്ളത് ഇത്ര ഹയർ ബീങ്സ് ആണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഈ വോയിഡ് എന്ന് പറയുന്നൊരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു ക്രിയേച്ചറിനെ വർഷിപ്പ് ചെയ്തിരുന്ന എല്ലാവരും പെട്ടെന്ന് കാണാണ്ടാവുകയാണ്. എങ്ങനെ മിസ്സായി, എന്തുകൊണ്ട് മിസ്സായി, ആരാണ് അതിന് പിന്നിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും സ്റ്റോറിയിൽ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു മോസ്റ്റ് കൺവിൻസിങ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വോയിഡ് എന്നൊരു ക്രിയേച്ചർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണെന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ജയന്റ് വോം നമ്മുടെ ഹോളോനെസിൻ്റെ അടുത്തായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ വോം മറ്റൊരു ഹയർ ബീയിങ് ആണ്. പക്ഷേ ഇവർ എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർ ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ ദൂരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ ഹോളോനെസിൻ്റെ അടുത്തേക്ക് വന്നു. പതിയെ പതിയെ അതിൻ്റെ ഷെല്ലെല്ലാം പോയി. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ക്രിയേച്ചർ വരികയാണ്. അതാണ് പെയിൽ കിങ്. ഇപ്പോഴാണ് മെയിൻ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പെയിൽ കിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോളോനെസ്റ്റ് മൊത്തം തൻ്റെ കിങ്ഡം ആക്കി മാറ്റാന്നുള്ളതാണ്. പെയിൽ കിങ് വന്ന ഉടനെ തന്നെ അവിടുത്തെ എല്ലാ ബഗ്സിനും ചിന്തിക്കാനുള്ള എബിലിറ്റിയും ഇൻ്റലിജൻസ് എല്ലാം കൊടുത്തു. അതുകൊണ്ടൊക്കെ തന്നെ മെല്ലെ മെല്ലെ ഹോളോനെസ്റ്റിലത്തെ ഓരോ ക്രിയേച്ചേഴ്സ് ആയിട്ട് പെയിൽ കിങ്ങിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് പെയിൽ കിങ്ങിന്റെ ഭാര്യയായിട്ടുള്ള വൈറ്റ് ലേഡിയെയാണ്. ഈ വൈറ്റ് ലേഡി ഇവിടെ ഉണ്ടായിരുന്നോ അതോ പെയിൽ കിങ്ങിന്റെ ഒപ്പം വന്നതാണോ എന്നൊന്നും കഥയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇത് തങ്ങളുടെ കിങ്ഡം ആക്കി മാറ്റിയതിനു ശേഷം തങ്ങളുടെ സ്പീസീസിനെ ഇവിടെ വളർത്തി വലുതാക്കുക എന്നുള്ളതാണ്. പയ്യെ പയ്യെ മോത്ത് ട്രൈബ് റേഡിയൻസിനെ വർഷിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് പെയിൽ കിങ്ങിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ മഷ്റൂം ക്ലാനും പെയിൽ കിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ ബീസും സ്പൈഡേഴ്സും പെയിൽ കിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തില്ല. മാൻഡിസ് ക്ലാനും പെയിൽ കിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അവർ തമ്മിലൊരു ട്രൂസ് അല്ലെങ്കിൽ ഒരു സമാധാന കരാർ ഉണ്ടായിരുന്നു. അതായത് ഡീപ് നെസ്റ്റിലെ ക്രിയേച്ചേഴ്സ് അല്ലെങ്കിൽ ബീസ്റ്റ് ഒരിക്കലും കിങ്ഡമിൽ വരാൻ പാടില്ല. ആരുടെ കിങ്ഡം? നമ്മുടെ പെയിൽ കിങ്ങിന്റെ കിങ്ഡത്തിൽ വരാൻ പാടില്ല. ആൻഡ് ഇത് രണ്ടുപേരും അക്സെപ്റ്റും ചെയ്തു. പെയിൽ കിങ് തന്റെ കൊട്ടാരമായിട്ടുള്ള വൈറ്റ് പാലസിൽ വെച്ചിട്ടായിരുന്നു തന്റെ രാജ്യമെല്ലാം ഭരിച്ചിരുന്നത്. അതുപോലെ തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് 5 ഗ്രേറ്റ് നൈറ്റ്സിനെയും നിയോഗിച്ചു. ഹെഗമോൾ, സെമർ, ഡ്രയ്യ, ഇസ്മ, ഉഗ്രിം. ഇതാണ് ഈ ഒരു 5 പേര്. ഈ പേര് ചിലപ്പോൾ പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടായിരിക്കാം. എന്തായാലും ഇതാണ് ഒരു 5 ഗ്രേറ്റ് നൈറ്റ്സ്. പെയിൽ കിങ് രാജാവായത് കൂടിയിട്ട് തന്നെ പല പല വികസനങ്ങളും ഹോളോനെസ്റ്റ് പുള്ളിക്കാരൻ കൊണ്ടുവന്നു. ഒരു സ്റ്റെയർവേ ഉണ്ടാക്കി അതിലൂടെ പല പല സ്ഥലത്തേക്കെല്ലാം പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യത്തോട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ട്രാം ഉണ്ടാക്കി. എന്നാൽ ഡീപ് നെസ്റ്റിലേക്ക് കണക്ട് ആവുന്ന ഒരു ട്രാമിൻ്റെ പണി പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. കാരണം അവിടുത്തെ ബീസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ക്രിയേച്ചേഴ്സ് അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ മൈനിങ് എല്ലാം തുടങ്ങി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. സീവേഴ്സ്, അതായത് വാട്ടർ സപ്ലൈ എല്ലാം നടന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിലാണ് ഈ പെയിൽ കിങ്ങിൻ്റെ ഭരണത്തിൽ ഹോളോനെസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്.
കാണുന്നത്. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല ആർക്ക്? റേഡിയൻസിന്. കാരണം തന്നെ ആരാധിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ദൈവത്തിനെ പോലെയാണ് പേൽക്കിങ്ങിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയൻസ് ശ്രമിക്കുന്നു. പക്ഷേ അവരതിനെ നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുമുണ്ട്. ഇതും കൂടെ ആയപ്പോൾ അവരുടെ മൈൻഡെല്ലാം ഇൻഫെക്റ്റ് ചെയ്യണം ഈ റേഡിയൻസ്. ഇൻഫെക്റ്റ് ചെയ്തതോട് കൂടിയിട്ട് തന്നെ അവരെല്ലാം ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് മാറുകയാണ് അവിടുത്തെ എല്ലാ ക്രിയേറ്റേഴ്സും. തൻ്റെ രാജ്യത്ത് മൊത്തം പ്രശ്നങ്ങളായതോടുകൂടി പേൽ കിങ് അവിടുത്തെ വലിയ വലിയ സ്കോളേഴ്സ് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതിനൊരു വഴി അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ചോദിക്കുകയാണ്. പണ്ഡിതന്മാരാണെങ്കിൽ പറഞ്ഞത് എന്താ, അവർ സോളിൻ്റെ പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു വലിയ ശതമാനം ആൾക്കാരുടെയും സോള് പോകും, അതായത് അവർ മരിച്ചു പോകും ആ രാജ്യത്തെ. അതുകൊണ്ട് തന്നെ പേൽ കിങ് ഇതിനെ സമ്മതിക്കുന്നില്ല, പകരം മറ്റൊരു വഴി കണ്ടുപിടിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വെസലിനെ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വില്ല്, ഒരു അഭിപ്രായം, ഒരു ഇമോഷൻസ് ഇല്ലാത്ത ഒരു സോള് അല്ലെങ്കിൽ ഒരു വെസലിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ റേഡിയൻസിനെ സീൽ ചെയ്ത് വെക്കാനാണ് കിങ്ങിൻ്റെ ഐഡിയ. എന്നാൽ ഈ വെസലാവാൻ അവിടുത്തെ സാധാരണ ക്രിയേറ്റേഴ്സിനോ ബഗ്സിനോ ഒന്നും പറ്റില്ല. അതിന് നമ്മുടെ പേൽ കിങ്ങിൻ്റെയും വൈറ്റ് ലേഡിയുടെ മക്കൾ തന്നെ വേണം. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എബിസ്, അതായത് വോയിഡ് ഉള്ള സ്ഥലത്ത് ഇവരുടെ മക്കളെ ജനിപ്പിച്ചിട്ട് അവിടുന്ന് അവരുടെ ശരീരത്തിൽ മൊത്തം ഈ ഒരു വോയിഡിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കും. അങ്ങനെ വോയിഡിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചത് കൂടിയിട്ട് തന്നെ അവർക്കൊരു വില്ലോ അല്ലെങ്കിൽ ഒരു മൈൻഡോ ഇല്ലാണ്ട് ഒരു വെസലായിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 100ന് മുകളിൽ വെസൽസിനെ അവർ ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന വെസൽസിനെല്ലാം ഒരു വില്ലോ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. സോ അവരൊരു ഫെയിൽഡ് വെസലായിട്ട് മാറുകയാണ്. അങ്ങനെ ഈ ഫെയിൽഡ് വെസൽസിനെ എല്ലാം അവർ എബിസിലോട്ട് തള്ളുകയാണ്. ആലോചിക്കണം, സ്വന്തം മക്കളോടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മെയിൻ ക്യാരക്ടർ, നമുക്ക് പുള്ളിനെ ഒരു നൈറ്റ് എന്ന് വിളിക്കാം, നൈറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ പുള്ളിക്കാരൻ ഇതുപോലത്തെ ഒരു ഫെയിൽഡ് വെസലാണ്, അതായത് ഒരു മൈൻഡും ഒരു ഇമോഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തോട് കൂടിയിട്ട് തന്നെ പുള്ളീനെയും എബിസിലോട്ട് തള്ളിയിടുകയാണ്. അങ്ങനെ അവസാനം ഒരു പെർഫെക്റ്റ് വെസൽ ക്രിയേറ്റ് ചെയ്യണം, അതായത് ഇമോഷൻ ഇല്ല, വില്ലില്ല, സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു മൈൻഡൊന്നും ഇല്ലാത്തൊരു വെസൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഹോളോ നൈറ്റ്. ഈ ഹോളോ നൈറ്റ് അങ്ങനെ ട്രെയിനിങ് ചെയ്യണം, വളർത്തുകയാണ് വൈറ്റ് പാലസിൽ വെച്ചിട്ട് പേൽ കിങ്. കാരണം ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു റേഡിയൻസിനെ സീൽ ചെയ്ത് വെക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുകയാണ്. ഇങ്ങനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഡ്രീമേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 ഡ്രീമേഴ്സിനെ സെലക്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഡ്രീമർ എന്ന് പറഞ്ഞാൽ മൊണോമോ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ്. രണ്ടാമത്തെ ഡ്രീമർ എന്ന് പറഞ്ഞാൽ ലോറി എന്ന് പറഞ്ഞിട്ടൊരു വാച്ചറാണ്. മൂന്നാമത്തെ ഡ്രീമർ ഹെറ എന്ന് പറയുന്നത് ദി ബീസ്റ്റ് ആണ്. ഈ ഹെറ ദി ബീസ്റ്റ് എന്ന് പറയുന്നത് ക്യൂൺ ഓഫ് ഡീപ്നെസ്റ്റ് ആണ്. ഡീപ്നെസ്റ്റ് ഞാൻ പറഞ്ഞാലും ഓൾറെഡി ഹോളോനെസ്സിനോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാണ്ട് വിട്ടു നിന്നൊരു സ്ഥലമാണ്. മൊത്തം ഒരു ക്രിയേച്ചേഴ്സും ബീസ്റ്റ് എല്ലാം ഉള്ള ഒരു നിറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ ഒരൊറ്റൊരു കണ്ടീഷനിൽ ഈ ഒരു ഡ്രീമർ ആവാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ തനിക്ക്, അതായത് ഹെറക്ക് പേൽ കിങ്ങിൽ ഒരു കുഞ്ഞ് വേണമെന്നാണ്. മേ ബി ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ആയതുകൊണ്ട് ആ ഒരു എബിലിറ്റി, ആ ഒരു പവർ എല്ലാം തൻ്റെ മക്കൾക്ക് കിട്ടിയിട്ട് തൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ ഒരു എബിലിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. എന്തായാലും ആ ഒരു കുഞ്ഞിൻ്റെ പേരാണ് ഹോർനെസ്റ്റ്. ഈ ഹോർനെറ്റാണ് ഹോളോ നൈറ്റ് സിൽക്ക് സോങ്ങിലെ മെയിൻ ക്യാരക്ടർ. ഈ ഒരു ഗെയിമിലും അതായത് ഹോളോ നൈറ്റിലും ഇതൊന്നും വന്ന് പോകുന്നുണ്ട്, അതെല്ലാം സ്റ്റോറി പോകുമ്പോൾ പറയാം. അങ്ങനെ ഈ 3 ഡ്രീമേഴ്സും കൂടിയിട്ട് റേഡിയൻസിനെ ഹോളോ നൈറ്റ്, അതായത് നമ്മുടെ വെസലിൻ്റെ മേലെ സീൽ ചെയ്യാണ്. അതിനുശേഷം തന്നെ ഒരു എറ്റേണൽ സ്ലീപ്പിൽ ഇടുകയാണ്. അങ്ങനെ ഈ റേഡിയൻസിനെ സീൽ ചെയ്തിട്ട് ഹോളോനെസ്സിനെ ചങ്ങലക്കിട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലാക്ക് എഗ് ടെമ്പിൾ. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് 3 ഡ്രീമേഴ്സ് മരിക്കുകയാണ്. സോ അവർക്ക് വേണ്ടി ഒരു മോണുമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഹോളോ നൈറ്റിനും തൻ്റെ ത്യാഗത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാച്ചു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം വീണ്ടും കടന്നുപോയി. ഇപ്പം നല്ല രീതിയിലാണ് ഹോളോനെസ്റ്റിലെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ കാലം കഴിഞ്ഞത് കൂടിയിട്ട് തന്നെ ഈ ഒരു വെസലിന്, അതായത് ഹോളോ നൈറ്റിന് കുറച്ച് ഇമോഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയാണ്. ഇതിൻ്റെ ഒരു എക്സാക്ട് റീസൺ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മേ ബി തന്നെ വളർത്തിയ കിങ്ങിനോടുള്ള ഒരു ഇമോഷൻസ് അറ്റാച്ച്മെൻറ്റ് കാരണമാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തൻ്റെ പകരം വേറെ ആരെങ്കിലും ഒരു വെസലാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മെല്ലെ മെല്ലെ ഇമോഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നു. അങ്ങനെ വന്നതോട് കൂടിയിട്ട് താനൊരു ഫെയിൽഡ് വെസലായിട്ട് മാറി. പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ മൊത്തം സ്പ്രെഡായി എല്ലാ ക്രിയേച്ചേഴ്സിലേക്കും എത്തി. രാജ്യത്തെ മൊത്തം ക്രിയേച്ചേഴ്സിലേക്കും എത്തി. അവരെല്ലാം എഫക്റ്റായി. അങ്ങനെ കിങ്ഡം മൊത്തത്തിൽ നശിച്ച് പേൽ കിങ്ങും കുറേ നോക്കി, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നേരെ വൈറ്റ് പാലസിനുള്ളിൽ കയറിയിട്ട് ഡ്രീം വേൾഡിലോട്ട് എസ്കേപ്പായി. വൈറ്റ് ലേഡി ആണെങ്കിൽ താൻ ചെയ്ത ആ ഒരു തെറ്റ്, അതായത് ഇത്ര മക്കളിനെല്ലാം വോയിഡിലോട്ട് അല്ലെങ്കിൽ ഒരു എബിസിലോട്ട് വലിച്ചെറിഞ്ഞ ആ ഒരു തെറ്റും എല്ലാം കൊണ്ടും താൻ സ്വയം ക്യൂൺസ് ഗാർഡനുള്ളിൽ സീൽ ചെയ്ത് നിന്നു. രാജ്യത്താണെങ്കിൽ ഒട്ടുമിക്ക പേര് മരിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയി. പക്ഷേ മാൻഡിസ് ട്രൈബിലത്തെ കുറച്ച് ആൾക്കാർക്ക് ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പറ്റി. ഇനി കിങ്ഡത്തിൽ ഉണ്ടായിരുന്ന ഗ്രേറ്റ് നൈറ്റ്സിൻ്റെ അവസ്ഥ എന്താ നോക്കിയാൽ, ഓൾ ഗ്രീം വാട്ടർ വേയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് തൻ്റെ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. അവിടേക്ക് വരുന്ന എനിമീസ് എല്ലാം കൊല്ലാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഹെഗമോളിനെ കാണാണ്ടായി. പക്ഷേ ഹെഗമോളിൻ്റെ ആർമർ വേറെ ആരോ, ഒരു കള്ളനോ ആരോ എടുത്തിട്ട്, ഒരു വേറെ ക്രിയേച്ചർ എടുത്തിട്ട് ഒരു ഫോൾസ് നൈറ്റായിട്ട് നമ്മുടെ സ്റ്റോറിൽ വീണ്ടും വരുന്നുണ്ട്. ഡ്രൈയ വൈറ്റ് ലേഡിനെ ഗാർഡ് ചെയ്തിട്ട് ആ ഒരു ക്യൂൺസ് ഗാർഡനെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ കുറേ സമയത്തിന് ശേഷം ഒരു ഇൻഫെക്റ്റഡ് മാൻഡിസ് എല്ലാം വന്ന് ആകർഷനാക്കി. അവിടെ മരിച്ചോ ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല,
എന്തായാലും അവിടെ വീണ് കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ജമർ റെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ തൻ്റെ മാൻഡിസ് ട്രൈബിലത്തെ കാമുക മരിച്ചതിൻ്റെ അടുത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇസ്മ മരിച്ചിട്ട് തൻ്റെ ശരീരത്തിൽ നിന്നൊരു പ്ലാന്റ് എല്ലാം എമർജ് ചെയ്ത് വരുന്നുണ്ട്. എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു എന്നൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇതാണ് ഗ്രേറ്റ് നൈറ്റ്സിൻ്റെ അവസ്ഥ. നേരെ ഡ്രീം വേൾഡിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കി പേൽ കിങ് ആണെങ്കിൽ വൈറ്റ് പാലസിൽ ത്രോൺ റൂമിൽ മരിച്ചു കിടക്കുന്നവരെയാണ് കാണിക്കുന്നത്. ഇതിനും റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു, ആര് കൊന്നു എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ തിയറീസ് വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഒന്നല്ലെങ്കിൽ സൂസൈഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വോയിഡിൻ്റെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ കൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പേൽ കിങ് ആണെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതിന് മുന്നായിട്ട് എബിസിലോട്ടുള്ള എൻട്രൻസ് എല്ലാം സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി അതെല്ലാം ബ്രേക്കായിട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് വെസൽസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെട്ടതിൽ ഒരു വെസലാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള നൈറ്റും. അവസാനം ഹോളോ നൈറ്റിൻ്റെ സീല് ബ്രേക്ക് ചെയ്തിട്ട് റേഡിയൻസും പുറത്ത് രക്ഷപ്പെടുകയാണ്. അതോടുകൂടിയിട്ട് ആ രാജ്യം മൊത്തം ഇൻഫെക്ഷനായി ആകെ പ്രശ്നത്തിലാണ്. ഇപ്പോൾ ഒരു സോംബി അപ്പോകാലിപ്സൊക്കെ നടന്ന പോലെയാണ് ഒരു ഹോളോ നൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴാണ് മെയിൻ ക്യാരക്ടറായിട്ടുള്ള നൈറ്റ് എബിസിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ രാജ്യത്തിലോട്ട് വരുന്നത്. തൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ കാണുന്നത് ഇവിടുന്ന് വെച്ചിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് യാത്ര ചെയ്യുകയാണ്. ആ ഒരു ജേണിയിൽ വെച്ചിട്ടാണ് ഹോർനെറ്റ്, അതായത് മുന്നേ ഹെറ ദി ബീസ്റ്റിലും പേൽ കിങ്ങിലും ഉണ്ടായ തൻ്റെ ഹാഫ് സിസ്റ്ററിനെ കാണുന്നത്. ഹോർനെറ്റിനാണെങ്കിൽ ഇവനൊരു പുച്ഛം പോലെ, അതായത് എനിക്ക് ഈ രാജ്യത്തിനെ രക്ഷിക്കാനുള്ള പവറൊന്നുമില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, നീ ഒരു ഫെയിൽഡ് വെസലാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് വരുന്നുണ്ട്. ഫൈറ്റിൽ ഹോർനെറ്റ് നല്ല അടി കിട്ടി. അവസാനം ഹോർനെറ്റും അവിടുന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. വീണ്ടും നൈറ്റ് തൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്യുന്നു. പല പല എബിലിറ്റീസ് എല്ലാം കിട്ടുന്നുണ്ട്. പഴയ സ്റ്റോറീസൊക്കെ മെല്ലെ മെല്ലെ മനസ്സിലാക്കി വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ സ്റ്റോറീസാണ്. അതിപ്പോഴാണ് ഗെയിമിൽ നമുക്ക് റിയൽ ടൈമിൽ കാണുന്നത്. അങ്ങനെ വീണ്ടും സിറ്റി ഓഫ് ടേഴ്സിൽ വെച്ചിട്ട് ഹോർനെറ്റെ കാണുകയാണ്. അപ്പോഴാണ് ഹോർനെറ്റ് നമ്മളടുത്ത് പറയുന്നത്, ഈ പേൽ കിങ് വന്നിറങ്ങിയ വോമ്പിൻ്റെ ഷെല്ലിൻ്റെ അടുത്ത് പോവുക, അപ്പം നിനക്കൊരു മാർക്ക് റിസീവ് ചെയ്യും, അത് നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി ഇതുവരെ എല്ലാവർക്കും സെയിം ആയിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ എൻഡിങ്ങും കിട്ടുക. സോ നമുക്ക് ഓരോ എൻഡിങ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എൻഡിങ് നോക്കാം. പിന്നീട് റെസ്റ്റിംഗ് ഗ്രൗണ്ടിലോട്ട് പോകുന്നു. അവിടെയാണ് ഡ്രീമേഴ്സിൻ്റെ മോണ്യുമെൻറ്റ്സ് ഉള്ളത്. അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഡ്രീം വേൾഡിൽ പെട്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് സീർ എന്ന് പറയുന്ന മോത്ത് ട്രൈബിലത്തെ ഒരു ക്രിയേച്ചറിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആ ഒരു ക്രിയേച്ചർ ഇവനിക്ക് ഡ്രീം നെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വെപ്പൺ കൊടുക്കുക. ഈ ഒരു വെപ്പൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളൊരു ഡ്രീംസിലോട്ട് സ്വന്തം, അതായത് ആ ഒരു യൂസറിൻ്റെ ഇഷ്ടപ്രകാരം കയറാനും ഇറങ്ങാനും സാധിക്കും. ഈ ഒരു വെപ്പൺ ഈ എൻഡിങ്ങിന് വേണ്ടി മാത്രമല്ല, ഏത് എൻഡിങ്ങിലും ഈ ഒരു വെപ്പൺ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്യൂർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഹോർനെറ്റിൻ്റെ അഡ്വൈസ് കേൾക്കാണ്ട്, അതായത് ആ ഒരു മാർക്ക് നമ്മൾ റിസീവ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് എഗ്ഗിലോട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് ഹോളോ നൈറ്റിനായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ആ ഒരു ഫൈറ്റിൻ്റെ അവസാനം ഹോളോ നൈറ്റ് താൻ ചെയ്ത എല്ലാ തെറ്റുകളും അല്ലെങ്കിൽ താൻ കാരണം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് സ്വയം കുത്തി മരിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തൻ്റെ ശരീരത്തിൽ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു റേഡിയൻസ് വരെയാണ് പുറത്തേക്ക്. പിന്നീട് മെയിൻ ക്യാരക്ടറായിട്ടുള്ള നൈറ്റ് റേഡിയൻസിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അവിടെ നിന്നും റേഡിയൻസിനെ നമ്മൾ തോൽപ്പിച്ചതിന് ശേഷം റേഡിയൻസിനെ സ്വന്തം ശരീരത്തിൽ, അതായത് മെയിൻ ക്യാരക്ടറിൻ്റെ ശരീരത്തിൽ തന്നെ സീൽ ചെയ്ത് വെച്ചേക്കാണ്. അതിനുശേഷം ഈ ഹോളോ നൈറ്റിൻ്റെ പകരമായിട്ട് താനൊരു സ്വയം വെസലായിക്കൊണ്ട് ആ ഒരു ബ്ലാക്ക് എഗ്ഗിൽ സ്വയം സീൽ ചെയ്തിട്ട് ഒരു എറ്റേണൽ സ്ലീപ്പിനായിട്ട് പെട്ടുപോവുകയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഇതോട് കൂടിയിട്ട് ആ ഒരു സ്റ്റോറി അവിടെ അവസാനിക്കുകയാണ്. ഇതാണ് മോസ്റ്റ് കോമൺ എൻഡിങ്. അതായത് ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു അഡ്വൈസ് കേൾക്കാണ്ട് ഡയറക്റ്റായിട്ട് സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയായിരിക്കും കളിക്കുക. അവർക്ക് എല്ലാവർക്കും ഈ ഒരു എൻഡിങ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതാണ് ദി ഹോളോ നൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു എൻഡിങ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എൻഡിങ്ങിൻ്റെ പേരാണ് ഡ്രീംസ് നോ മോർ. അതായത് ഹോർനെറ്റ് പറഞ്ഞ പോലെ നമ്മൾ നേരെ ഷെല്ലിൻ്റെ അടുത്ത് പോകുന്നു. അവിടെ നമുക്ക് ആ ഒരു മാർക്ക് റിസീവ് ചെയ്യുന്നു. ചുമ്മാ അങ്ങനെ അവിടെ പോയിട്ട് നമുക്ക് ആ മാർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് നമ്മൾ വേർത്തേന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഹോർനെറ്റിനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുക. പിന്നീടാണ് ഹോർനെറ്റ് നമ്മളെടുത്ത് പറയുന്നത് വോയിഡിൻ്റെ ഒരു പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നൈറ്റ് നേരെ വൈറ്റ് ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. അതായത് സ്വന്തം അമ്മയുടെ അടുത്തിട്ട് പോകുന്നു. വൈറ്റ് ലേഡി ആണെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ട പോലെ നിന്റെ വരവെല്ലാം ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനക്ക് ഒരു ചാമ കൊടുക്കുകയാണ്. അതായത് ഒരു ചാമിൻ്റെ പകുതി കഷ്ണം കൊടുക്കുകയാണ്. ബാക്കി പകുതി കഷ്ണം പേൽ കിങ്ങിനെ ബോഡിയുടെ അടുത്ത്, അതായത് വൈറ്റ് പാലസിൻ്റെ ഉള്ളിലത്തെ ത്രോണിൽ കിടക്കുന്ന പേൽ കിങ്ങിനെ ബോഡിയുടെ അടുത്തുണ്ട്. അവിടെ പോയിട്ട് അതും കളക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ഒരു ഫുൾ ചാമായി. ഇനി അതിനുശേഷം വോയിഡിൻ്റെ പവറിന് വേണ്ടിയിട്ട് വോയിഡിൻ്റെ അടുത്ത്, അതായത് അവർ ജനിച്ച ആ ഒരു സ്ഥലത്തോട്ട് തന്നെ പോവുകയാണ്. അത് കണ്ടതോട് കൂടിയിട്ട് തന്നെ അവനക്ക് പല പല മെമ്മറീസ് എല്ലാം വരികയാണ്. അവൻ ഇവിടേക്ക് തള്ളിയിട്ടതും അവന് വേണ്ടാണ്ട് ഒരു ഫെയിൽഡ് വെസലായതും എല്ലാം അവനക്ക് ഒരു ഓർമ്മ വരികയാണ്. അവിടെ വെച്ചിട്ട് തന്നെ ഈ ഒരു ചാം കൺവേർട്ട് ചെയ്തിട്ട് വോയിഡ് ഹെർട്ട് ചാം എന്ന് പറഞ്ഞിട്ടൊരു എബിലിറ്റി ഇവനക്ക് കിട്ടുകയാണ്. ഈ ഒരു എബിലിറ്റി കിട്ടിയതിന് ശേഷം അവൻ വീണ്ടും നേരെ ബ്ലാക്ക് എഗ്ഗിലോട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ഹോളോ നൈറ്റിനായിട്ട് വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഹോർനെറ്റ് വന്നിട്ട് ഹോളോ നൈറ്റിനെ പിടിച്ചു വെക്കുകയാണ്. അവിടെ നിന്ന് ഡ്രീം നെയിൽ ഉപയോഗിച്ചിട്ട് നൈറ്റ് ഹോളോ നൈറ്റിൻ്റെ ഡ്രീമിലോട്ട് കയറി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തൻ്റെ ഫുൾ പവറും ഉപയോഗിച്ചിട്ട്, അതായത് വോയിഡിൻ്റെ ഫുൾ പവറും ഉപയോഗിച്ചിട്ട്
റേഡിയൻസിനെ ഡിഫീറ്റ് ചെയ്യണം. അവിടെ നിന്ന് പിന്നെ കാണിക്കുന്നത് ബോധം വരുന്ന ഒരു ഹോർണറ്റിനെയാണ്. ഹോർണറ്റ് എണീച്ച് നോക്കുമ്പോൾ നൈറ്റിൻ്റെ ഷെല്ലെല്ലാം ബ്രോക്ക് ചെയ്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നൈറ്റ് മരിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റിൻ്റെ ഒരു സോള് വോയിഡിലോട്ട് തിരിച്ചു പോകും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു കഥയെ കാണാം. അങ്ങനെ ഈ ഒരു സ്റ്റോറിയും ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഡ്രീംസ് നോ മോർ എന്ന് പറഞ്ഞുള്ള ഒരു എൻഡിങ്. അടുത്തൊരു എൻഡിങ് ആണ് സീൽഡ് സിബ്ലിംഗ്. ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഹോളോ നൈറ്റിൻ്റെയും ഡ്രീംസ് നോ മോർ എന്നൊരു എൻഡിങ്ങിൻ്റെയും രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു അവസ്ഥയാണ്. ഈ ഒരു എൻഡിങ്ങിൽ ഹോളോ നൈറ്റിനെ പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഡ്രീമിനെയിലോ അല്ലെങ്കിൽ ഒരു അറ്റാക്കും ഹോളോ നൈറ്റിന് ചെയ്യാത്ത പക്ഷം ഹോളോ നൈറ്റ് ഹോർനെറ്റിനെ ഒരു ലോക്കിൽ നിന്നും വീണ്ടും രക്ഷപ്പെടും. വീണ്ടും നമ്മളൊരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. പണ്ടത്തെ പോലെ തന്നെ റേഡിയൻസ് എമർജ് ചെയ്യും. അങ്ങനെ വീണ്ടും നമ്മൾ റേഡിയൻസിനെ തോൽപ്പിക്കും. പക്ഷേ ഇവിടെ സീൽ ചെയ്യുന്ന സമയത്ത് ഹോർനെറ്റും കൂടെ നമ്മുടെ കൂടെ പെട്ടുപോകും. നൈറ്റും എങ്ങനെയൊക്കെയോ അവിടുന്ന് ഹോർനെറ്റ് തട്ടി ആ ഒരു സീലിംഗ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കും. എങ്കിലും അവസാനം ഹോർനെറ്റ് ഒരു ഡ്രീമറായിട്ട് മാറുകയാണ്. അതായത് നൈറ്റ് റേഡിയൻസിനെല്ലാം അബ്സോർബ് ചെയ്ത് സ്വയം വെസലായിട്ട് മാറി അവിടെ സീൽ ചെയ്തു. ആ ഒരു സീലിൻ്റെ ലോക്ക് ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു സീൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഈ ഒരു ഡ്രീമറിനെ കൊണ്ടാണ്. ആ ഒരു ഡ്രീമറാണ് ഹോർനെറ്റ്. ഇതോടുകൂടി ഈ ഒരു എൻഡിങ്ങും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു 2 എൻഡിങ്ങും കൂടിയുണ്ട്. അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു DLC പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അത് നോക്കാൻ. ഞാൻ കളിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എൻഡിങ് എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിലും അതിലെല്ലാം തപ്പിയിട്ട് എനിക്ക് കിട്ടിയൊരു ഐഡിയ വെച്ചിട്ട് ആ ഒരു എൻഡിങ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ എംബ്രേസ് ദി വോയിഡ് എന്ന് പറഞ്ഞൊരു എൻഡിങ് ആണ്. പാമ്പിയൻസ് ഓഫ് ഹോളോ നെസ്റ്റിൽ അബ്സല്യൂട്ട് റേഡിയൻസിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഡിഫീറ്റ് ചെയ്തതോട് കൂടിയിട്ട് തന്നെ വോയിഡും നൈറ്റും എൻ്റയറായിട്ട് മെർജാവും. അതിനുശേഷം വോയിഡ് ആയിരിക്കും ആ ഒരു റേഡിയൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക. അതോടുകൂടി തന്നെ ആ ഒരു ഗോഡ് ഹോം എൻ്റയറായിട്ട് ഈ ഒരു വോയിഡ് നശിപ്പിക്കണ പോലെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോഡ് സീക്കർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പവർഫുൾ ബീയിങ്ങിനെ ഈ ഒരു വോയിഡ് വലിച്ചെടുക്കുന്നുണ്ട്. കൊല്ലാനാണോ അതോ എന്തിനാണെന്നുള്ളതൊന്നും സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വോയിഡ് ടേക്ക് ഓവർ ചെയ്ത പോലെയാണ് ആ ഒരു സ്റ്റോറി അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ഹോർനെറ്റിനെ കാണിക്കുന്നുണ്ട്. ഹോർനെറ്റ് ആ ടെമ്പിളിനെ പുറത്തുനിന്ന് എന്തോ ഒരു സാധനത്തിനെ കണ്ട് പേടിക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ഒരു കറുത്തൊരു ഷേഡോ മാത്രം കാണിച്ചിരിക്കുന്നുണ്ട്. മേ ബി അത് ഫ്രീ ആയിട്ട് വരുന്ന ഹോളോ നൈറ്റ് ആവാം, അല്ലെങ്കിൽ നൈറ്റ് ആവാം. ആ ഒരു വോയിഡിൻ്റെ പവറൊക്കെ ഒരു നൈറ്റ് ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റയറായിട്ട് ആ വോയിഡ് എന്ന ക്രിയേച്ചർ തന്നെ ആയിരിക്കാം. അതും എന്താണെന്ന് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റോറിയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അവിടെ വെച്ചിട്ട് ആ ഒരു സ്റ്റോറി അവസാനിക്കുക. എന്തായാലും ഹോററ്റ് അതിനെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ഈ ഒരു DLC പാക്കിൽ മറ്റൊരു എൻഡിങ് ആണ് ഡെലിക്കേറ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെനിക്കൊട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു എൻഡിങ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫൈറ്റിന് തൊട്ട് മുന്നേ ആയിട്ട് ഗോഡ് സീക്കറിന് കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം ആ ഗോഡ് സീക്കർ ഞാൻ കൊല്ലും അല്ലെങ്കിൽ പിടിച്ചിടും എന്ന് പറഞ്ഞല്ലോ. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഗോഡ് സീക്കർ അവിടെ ഉണ്ടാവില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ നൈറ്റും ആ ഒരു വോയിഡിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് പോലെയാണ് ആ ഒരു സ്റ്റോറി കാണിച്ചിരിക്കുന്നത്. അതെനിക്ക് അത്ര കൺവിൻസിങ് അല്ല. എന്തായാലും അങ്ങനെ ഇതും എനിക്ക് കറക്റ്റായിട്ട് ഞാൻ കളിക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടായെന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള കുറച്ച് എൻഡിങ്സ്. ഇത് കൂടാണ്ട് ഇനി പല എൻഡിങ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു സ്റ്റോറി എക്സ്പ്ലനേഷനും എൻഡിങ് ഇതിൽ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് പല തെറ്റുകളും പറ്റിയേക്കാം. അതിൻ്റെ ഇടയിലെല്ലാം വിട്ടുപോയ പല കാര്യങ്ങളും ഉണ്ടാവാം. അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു സ്റ്റോറി ഒരു കംപ്ലീഷൻ കിട്ടിയില്ല. കാരണം പല കാര്യങ്ങളും മിസ്സിങ് ആണ്. അതെന്താണെന്നുള്ളതൊന്നും കറക്റ്റായിട്ട് പല സ്ഥലത്ത് ഞാൻ തപ്പിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കളിച്ച് നോക്കിയപ്പോഴും പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡെവലപ്പേഴ്സും കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം ഓഡിയൻസിൻ്റെ ഒപ്പീനിയന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇതിനൊരു എൻഡിങ്ങും സ്റ്റോറി എല്ലാം. നിങ്ങൾക്ക് ഇതിൽ ഏത് എൻഡിങ്ങാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇംപ്രഷൻ ഇട്ടിട്ടുണ്ട്. അതേ സെയിം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ഇത്ര ലെങ്ത്തായ ഒരു വീഡിയോ ഇനിയും ഒരു റിവ്യൂ കൂടി പറഞ്ഞിട്ട് ഞാൻ ലെങ്ത്ത് കൂട്ടുന്നില്ല. ആ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് പറഞ്ഞു അതിൻ്റെ എല്ലാം ഒരുപടി മേലെയാണ് ഈ ഒരു ഗെയിം. അതിലാകെ ഞാൻ വിട്ടുപോയി അതിൻ്റെ ഒരു സ്റ്റോറിയാണ്. അത് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോറി അത്ര മികച്ച സ്റ്റോറിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു എബോവ് ആവറേജ് സ്റ്റോറിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഗെയിം പ്ലേ കൂടി വരുമ്പോൾ ഈ ഒരു ഗെയിം കിഡിലും ഗെയിമാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ആരൊക്കെ ട്രൈ ചെയ്യണം, ആരൊക്കെ കളിക്കണം, ആരൊക്കെ ഏകദേശം ഇഷ്ടപ്പെടുമെന്നെല്ലാം ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ഗെയിം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കണ്ടതിന് ശേഷം നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.